യേശുവെ നന്ദി, യേശുവെ സ്തുതി. കൃപാസനം അൾത്താരയിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് യാതൊരുവിധ യോഗ്യതകളും ഇല്ലാതിരുന്നിട്ടും ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി സുനിൽ. ഞാൻ വരുന്നത് അങ്കമാലി വടക്കേ കിടങ്ങൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 24-ാം തീയതിയായിരുന്നു. അന്ന് ഞാൻ ആദ്യമായി വെച്ച നിയോഗം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകാൻ വേണ്ടിയായിരുന്നു. കാരണം ഞാൻ 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടും ഞാൻ 2 പ്രാവശ്യം ഫെയിലായിരുന്നു. ഇനിയും വീണ്ടും അറ്റംപ്റ്റ് ചെയ്താലും ഞാൻ പാസ്സായില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇനിയും ഞാൻ 3-ാം പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 60 ദിവസം കഴിഞ്ഞ് വീണ്ടും ലേണേഴ്സ് പാസ്സായിട്ട് വീണ്ടും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ 4 വീലർ ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു. കാരണം 2 പ്രാവശ്യം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായിരുന്നു. എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്നുള്ള കാരണത്താലായിരുന്നു ഫെയിലായത്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ആഴ്ച ഞാൻ മാതാവിൻ്റെ ആ കൊന്തയും ആ കൊന്തയിൽ എൻ്റെ കഴുത്തിൽ കാശുരൂപം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം അത്ഭുതകരമായിട്ട് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ആ സാറ് എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, മോളെ ഞാൻ പാസ്സാക്കി വിടാണെന്ന് പറഞ്ഞു. എന്നെ പേരിന് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി എന്നെ പാസ്സാക്കി വിട്ടത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 3ാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വയറിൻ്റെ ഇടതുവശത്ത് ഒരു മുഴ അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുമായിരുന്നു. ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എനിക്ക് വയറ് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന പോലെ ഈ മുഴ അങ്ങനെ മുകളിലേക്ക് കയറി വന്ന് കുത്തിക്കൊള്ളുന്ന പോലെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചില്ല, പക്ഷേ ഞാനത് നിയോഗം പോലെ പറഞ്ഞ് മാധവനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് 3-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് അത് മാറി. ഇപ്പോൾ എനിക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടില്ല. എപ്പോഴാണത് മാറിയെന്ന് പോലും എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. അന്ന് എനിക്ക് കേട്ടറ്റ് എക്സാം പാസ്സാവാനും അതുപോലെ IELTS എക്സാം പാസ്സാവാനുമായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത്. അത് കേട്ടറ്റ് എക്സാമിൻ്റെ ആൻസർ കീ കിട്ടിയപ്പോൾ ഞാൻ എഴുതിയ ആൻസറുകൾ വെച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പാസ്സാവാനായിട്ട് 3 മാർക്ക് കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഫെയിലായെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ഞാനത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രതീക്ഷയോടെ ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ആ 3 മാർക്ക് കൂടി മാധവ് തന്നെ എന്നെ പാസ്സാക്കി. മാധവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒന്നും പഠിക്കാതെ പോയി എഴുതിയ IELTS എക്സാം ഞങ്ങളുടെ അടുത്തൊരു റിലേറ്റീവ് മരിച്ച കാരണം എനിക്കൊന്നും പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ആ ഒരു ഉറപ്പിൽ ഞാൻ ചെന്ന് എഴുതി എനിക്ക് നല്ല സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ എല്ലാ 2 ആഴ്ച കുമ്പസാരിക്കാനും എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ബൈബിൾ വായിക്കാനും എനിക്ക് സാധിക്കുന്നു. അതുപോലെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അത്ര താല്പര്യം കാണിച്ചിരുന്ന ആളല്ല, പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ തന്നെ മുൻകൈ എടുത്ത് കുടുംബ പ്രാർത്ഥന ചെല്ലാനായിട്ട് ആരംഭിച്ചു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും അതുപോലെ അങ്കമാലിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതുപോലെ പള്ളികളിൽ വീടുകളിലെല്ലാം കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പ്രായമായ അപ്പന്മാരാണുള്ളത്. അവരുടെ അടുത്ത് പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഞങ്ങൾ പോയി അവിടെ ക്ലീനിങ്ങിനും മറ്റും സഹായിക്കുകയും അവരോട് കുറേ സമയം ചെലവിടുകയും ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം ഞങ്ങൾ കൊണ്ടുകൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഇത്രയും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും അല്ലാതെയും ഞങ്ങൾ ആത്മീയമായി ഒരുപാട് വളർത്താൻ സാധിച്ചു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് എനിക്ക് അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സന്തോഷമെന്ന് എൻ്റെ ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് സന്തോഷത്തിൻ്റെ ഹൃദയം വീർപ്പ് മുട്ടുന്ന പോലെയുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാകാറുള്ളത്. അത് ആത്മീയമൊരു ആനന്ദം അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇനിയും ഈ ആൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും നിങ്ങളെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 91 15-ാം തിരുവചനം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും.
അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. മിനി സുനിൽ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ പരിശുദ്ധമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി അതിൻ്റെ പ്രാഥമികമായ അർത്ഥത്തിൽ ദൈവവുമായി ബോധപൂർവം നാം പ്രവേശിക്കുന്ന ഒരു ബന്ധമാണ്, ഉത്തരവാദിത്വമുള്ള ഒരു ബന്ധമാണ്. എന്തെങ്കിലും കാര്യം ദൈവസന്നിധിയിൽ പറയുന്നത് മാത്രമല്ല, ദൈവസന്നിധിയിൽ നാം വാക്കുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ന മേഖലകളിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ അത് തിരുത്തുകയും പരിഹരിക്കുകയും ദൈവത്തിന് പ്രഥമസ്ഥാനം ജീവിതത്തിൽ നൽകുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് നാം ഒരു ബന്ധത്തിലേക്ക് സവിശേഷമാംവിധം പ്രവേശിക്കുന്നതാണ് മരിയൻ ഉടമ്പടി. അതുകൊണ്ട് അതിൻ്റെ നിബന്ധനകളിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ചില കാര്യങ്ങൾ ജീവിക്കുവാനുമുള്ള കൃത്യമായ നിർദ്ദേശവും നാം അത് പാലിക്കുന്നുവെന്ന് അമ്മയുടെ തിരുവൾത്താരയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ആ ഉടമ്പടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് മാനുഷികമായി നടക്കില്ലെന്നുറപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടോ നമുക്കുള്ള അറിവ് കൊണ്ടോ നമുക്കുള്ള ബന്ധുബലം കൊണ്ടോ സാധിക്കില്ലെന്ന് നാം കാണുന്ന കാര്യങ്ങൾ, അവയ്ക്ക് ദൈവികമായ തീരുമാനം ലഭിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവയാണ്. അതുകൊണ്ട് ഓർക്കണം, അന്ന് ഗലീലയുടെ കടൽത്തീരത്ത് ജീവിച്ചവനും സൗഖ്യപ്പെടുത്തിയവനും അനേകരും മാനസാന്തരത്തിലേക്ക് നയിച്ചവനും അതേ കർത്താവ്, അതേ ഈശോ ഇന്ന് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ഏതൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അതേ കർത്താവ് നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകും, നിൻ്റെ ചെവിക്ക് കേൾവി നൽകും, നിൻ്റെ ഹൃദയത്തിന് ജ്വലനം നൽകും. നിൻ്റെ ജീവിത വഴികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ജീവിത വഴി ഏതെന്ന്, മേൽഗതിയുടെ വഴി ഏതെന്ന് നിനക്ക് തെളിച്ചു തരികയും ചെയ്യും. നമുക്ക് മനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാണെങ്കിൽ, സുവിശേഷ വിഹിതമായി ജീവിക്കുവാൻ നാം തീരുമാനിച്ചവരാണെങ്കിൽ, ഉടമ്പടി നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായി അമ്മ മാതാവ് ഈശോയിലൂടെ നമുക്ക് നേടിത്തരും. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഉടമ്പടിയിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.